സലാം അള്ളാഹുവിൻ്റെ ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞ 5 പരിശുദ്ധരായ മുർസലീങ്ങളിൽപ്പെട്ട മഹാനാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം. കലീമുല്ലാഹിയാണ്, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചു. അള്ളാഹുവിൻ്റെ കലാം മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് കേട്ടു. ആ ഭാഗ്യമുണ്ടായ നബിയാണ്. ഒരുപാട് മുഅ്ജിസത്തുകൾ നൽകപ്പെട്ട നബിയാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം. മഹാനായ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകൾക്ക് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫവഅല മൗഇദതൻ ബലീഗ, അർത്ഥഗർഭമായ ഒരുപാട് ആശയങ്ങൾ പഠിക്കാനുള്ള ഒരു ക്ലാസ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഇസ്രായേൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന പോക്കിൽ ഒരാൾ ചോദിക്കുകയുണ്ടായി മൂസ നബി അലൈഹിസ്സലാമിനോട്, മൂസ നബിയെ, നിങ്ങൾ ഒരുപാട് കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അതുകൊണ്ട് ഹൽ ഹുനാക മൻ ഹുവ അഅലമു മിൻക, നിങ്ങളെക്കാളും അറിവുള്ള ആരെങ്കിലും ഇപ്പോൾ ലോകത്തുണ്ടാകുമോ എന്ന് ചോദിച്ചു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ചോദ്യം ഇതാണ്: അങ്ങയെക്കാളും ഇൽമുള്ള ഒരാൾ ഈ ലോകത്ത് വേറെയുണ്ടോ, മനുഷ്യരിലുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്നല്ലാതെ വേറെ ഒരാൾ ഇല്ല എന്ന് മൂസ നബി അലൈഹിസ്സലാം പറയാണ്. ആ പറയാനുണ്ടായ സാഹചര്യം, ഒന്ന്, മൂസ നബിയെ പോലെ കിതാബ് നൽകപ്പെട്ട വേറെ ഒരു നബി ആ സമയത്തില്ല. തൗറാത്ത് എന്ന് പറഞ്ഞ കിതാബ് 40 ലൈല, 40 ദിവസത്തെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ നോമ്പനുഷ്ഠാനത്തിന് ശേഷം അല്ലാഹു തആല നൽകിയ അങ്ങനെ ഒരു കിതാബ് ലഭിച്ച ഒരു നബി വേറെയില്ല. നബിയുണ്ട്, പക്ഷെ കിതാബില്ല. ആരാ നബി? സയ്യിദുനാ ഹാറൂൻ അലൈഹിസ്സലാം, മൂസ നബിയുടെ ജ്യേഷ്ഠൻ നബിയാണ് ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂൻ അലൈഹിസ്സലാമും മൂസ നബിയും മാത്രമാണ് ആ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ. അതിൽ കിതാബ് നൽകപ്പെട്ട ആൾ മൂസ നബിയാണ്. ഉലുൽ അസ്മ മൂസ നബി അലൈഹിസ്സലാമാണ്. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, ഇപ്പോൾ അല്ലാഹു തആല അറിവ് നൽകിയതിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ ഞാൻ തന്നെയാണ് എന്ന് മൂസ നബി അലൈഹിസ്സലാം അതിന് മറുപടി കൊടുത്തു. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഇടപെടൽ വരുന്നത്. അങ്ങനെ ആയിരുന്നില്ല മൂസ നബിയെ നിങ്ങൾ പറയേണ്ടത്. വല്ലാഹു അലം, അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ എന്നായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത്. അല്ലാഹു അലം അങ്ങനെ പറയണം. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ ഇൽമുള്ളവർക്ക് മീതെയും അതിനേക്കാളും ഇൽമുള്ള ആരെങ്കിലും ഉണ്ടാകുമെന്നാണ്. ഏതൊരു വിഷയമാണെങ്കിലും. ഒരു IT പ്രൊഫഷണലാണെന്ന് വിചാരിക്കുക, കുറേ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാലും അത്ര വർഷം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ അയാളെക്കാളും അറിവുള്ള ആളുണ്ടാവുന്ന ഏത് വിഷയവും അങ്ങനെയാണ്. ഏത് വിഷയവും വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ ഇൽമുള്ള ആളുകൾക്ക് മീതെയും അലീമായ ഒരാൾ, ആലിം എന്ന് പറഞ്ഞാൽ വിവരമുള്ളവൻ, അലീം നന്നായി അറിവുള്ള ഒരാൾ അതിൻ്റെ മീതുണ്ടാവും. ഇൽമുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തരം അപകടം അള്ളാഹുവിടെ സൂചിപ്പിക്കുകയാണ്. അത് പക്ഷേ മൂസ നബി അലൈഹിസ്സലാമിന് ഉണ്ടായിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാം ഞാൻ തന്നെയാണ് അലമു അഹ്ലിൽ അർള്, ഇന്ന് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഇൽമുള്ള ആൾ ഞാൻ തന്നെയാണെന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് അഹങ്കാരത്തിൻ്റെ ഭാഷയിലല്ല, ഉള്ള യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന സയ്യിദു വുൽദി ആദം, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നേതാവ് ഞാനാണ്. വലാ ഫഖറ, ഇത് അഭിമാനം പറയല്ല, ഹഖീഖത്ത് അങ്ങനെയാണ്. അവ്വലു മൻ യുബ്അസു അന, ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്ന ആൾ ഞാനാണ്, അല്ലേ? അവ്വലു ഷാഫിഇൻ വ മുശഫഇൻ, ശഫാഅത്തിന് അല്ലാഹുവിനോട് ചോദിക്കാനും ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടാനും അർഹതയുള്ള ആൾ ഞാനാണ്. അവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യം തുറക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. വലാ ഫഖറ, ഇതൊന്നും ഞാൻ അഭിമാനം പറയുകയല്ല, യാഥാർത്ഥ്യം അങ്ങനെയാണ് എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അല്ലാഹു തആല നമുക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. ഏതൊരു വിഷയമാണെങ്കിലും അല്ലാഹു അലം എന്ന് പറയണമെന്നാണ്. അല്ലാഹുവാണ് കൂടുതൽ അറിവുള്ളവൻ, അല്ലാഹുവിനാണ് കൂടുതൽ അറിവുള്ളത്, നമുക്കറിയില്ല. ഇപ്പോൾ ചില മസ്അലകളുടെയൊക്കെ ഫത്വ പറഞ്ഞു കഴിയുമ്പോൾ ഉലമായുടെ അടിയിൽ എഴുതും വല്ലാഹു അലം, അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയാം. അതിനർത്ഥം ഈ പറഞ്ഞ മസ്അല തെറ്റാണ് എന്നല്ല.
ആ മസ്അലയുടെ ഫത്വ തെറ്റാണ് എന്നുമല്ല. ആ ഒരു തവാദുഅൻ, എങ്ങനെയാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഇതിനേക്കാളും അറിവുള്ള വേറൊരാളുണ്ടായിരിക്കും, അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം അതിൻ്റെ ഒരു അദബിന് വേണ്ടിയും പിന്നെ ഇൽമ് അള്ളാഹുവിലേക്ക് വിടാൻ വേണ്ടി, അള്ളാഹുവിനെ അറിയുള്ളൂ, നമ്മൾ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. പക്ഷെ ആലിമീങ്ങൾക്ക് പരിശ്രമത്തിന് ഒരു കൂലിയും, അവർ ഒരു മസ്അല അവർ ഇജ്തിഹാദ് ചെയ്ത് തെറ്റിപ്പോയാൽ ഒരു കൂലിയും, ശരിയായാൽ 2 കൂലിയും എന്നാണ്. പരിശ്രമത്തിന് കൂലി ഉണ്ടെന്നാണ്. മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയാം, മൂസ നബിയെ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചില വിഷയങ്ങൾ മനസ്സിലായ ഒരാൾ നിങ്ങളുടെ ഈ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ അയാളെ പോയൊന്ന് കാണണം. ആ ആളാണ് മഹാനായ സയ്യിദുന ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖദർ നബി അലൈഹിസ്സലാമിന് മൂസ നബി അലൈഹിസ്സലാമിന് ഇല്ലാത്ത ഇൽമുണ്ട് എന്നല്ലാതെ മൂസ നബിയെക്കാളും ശ്രേഷ്ഠൻ ഇൽമിൽ ആരല്ല? ഖദർ നബി അലൈഹിസ്സലാം അല്ല. ഖദർ നബിയെക്കാളും ഇൽമുള്ള ആളാരാണ്? മൂസ നബി അലൈഹിസ്സലാമാണ്. പക്ഷെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെത് ഇൽമു ശരീഅത്തിന്റെ ഇൽമാണ്. ഖദർ നബി അലൈഹിസ്സലാമിൻ്റെത് ഇൽമുൽ ഹഖീഖ, ഹഖീഖത്തിന്റെ ഇൽമാണ്. മില്ലദുന്ന ഇൽമ, അല്ലാഹു തആല പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാനായി അറിയിച്ചു കൊടുത്ത ലദുന്നിയായ ഇൽമ് ആർക്കുണ്ട്? മഹാനായ ഖദർ നബി അലൈഹിസ്സലാമിനുണ്ട്. ആ വിവരം ആർക്കില്ല? മൂസ നബി അലൈഹിസ്സലാമിനില്ല. കാരണം സ്വഹീഹിൽ വന്ന ഹദീസിൽ തന്നെ കാണാൻ കഴിയും, മൂസ നബി അലൈഹിസ്സലാം ഖദർ നബിയെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, ഖദർ നബിയെ, അൻത അലാ ഇൽമിൻ അല്ലമകല്ലാഹു ഇയ്യാഹ ലൈസ ഇൻദി ദാലികൽ ഇൽം, നിങ്ങൾക്ക് അല്ലാഹു ചില ഇൽമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് എൻ്റെ അടുത്തില്ല. വഅന അലാ ഇൽമിൻ അല്ലമനിഹില്ലാ അൻത ലാ തഅരിഫു, എനിക്ക് അല്ലാഹു ചില ഇൽമ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഖദർ നബിയെ നിങ്ങൾക്കും അറിയില്ല. അപ്പൊ 2 പേർക്കും 2 ഭാഗങ്ങളിൽ അല്ലാഹു തആല എക്സലൻസ് കൊടുത്തു എന്നാണ്. പക്ഷെ മൊത്തത്തിൽ മുത്ലഖൻ, നിരുപാധികം മൂസ നബി അലൈഹിസ്സലാമിനേക്കാളും ഇൽമ ഖദർ നബിക്കുണ്ടോ? ഇല്ല, മൂസ നബി അലൈഹിസ്സലാമിന് തന്നെയാണ്. കാരണം മുർസലാണ്, ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ്, കിതാബ് നൽകപ്പെട്ട നബിയാണ്. അല്ലാഹു തആല വളരെ ആദരവ് കൊടുത്ത പ്രവാചകനാണ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം. മൂസ നബിയുടെ കാലം ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിൻ്റെയും 1200 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്ന് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. അതായത് ഇവിടുന്ന് ഇപ്പം ഈ സംഭവ ചരിത്രം നടക്കുന്നത് 3200 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അല്ലാഹു തആല പറയാണ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട്, وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. وَإِذْ قَالَ مُوسَى, മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞ നേരം ഓർക്കുക നബിയെ, ലിഫതാഹു, തൻ്റെ പരിചാരകനോട്. ആ ഫത എന്ന് പറഞ്ഞ യുവാവ് ഒരു നബിയാണ്, യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം എന്നാണ് അവരുടെ പേര്. യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം. യൂഷ, നമ്മുടെ കുട്ടികൾക്കൊന്നും യൂഷ എന്നും പേരിടാറില്ല അല്ലേ? യൂഷ ബിൻ നബീൻ്റെ പേരാണ് യൂഷ. ആരിശോ അടുത്ത കുട്ടിക്ക് അതായിക്കോട്ടെ അല്ലേ? യൂഷ ബിൻ നൂൻ, യൂഷ നബി അലൈഹിസ്സലാം, യൂഷ ബിൻ നൂൻ. അവര് നബിയാണ്. പക്ഷെ മൂസ നബി അലൈഹി സ്വലാമിന്റെ കൂടെ പോകുമ്പോൾ നബിയല്ല, പിന്നീട് നബിയായ മഹാനാണ്. ഖദർ നബി അലൈഹിസ്സലാം നബിയാണോ അതല്ല അള്ളാഹുവിന്റെ വലിയാണോ? ഓ അബ്ദുൻ സ്വാലിഹുൻ, ഒരു സ്വാലിഹായ മഹാനായിരുന്നു. ഇതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നബിയാണെന്ന് പറഞ്ഞു, അല്ലാന്നുണ്ടല്ലോ, ശരിയാണ്, അല്ലാന്നുണ്ട്. വലിയാണെന്ന അഭിപ്രായമുണ്ട്, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പ്രബലമായ അഭിപ്രായം. മഹാനായ ഖദർ നബി അലൈഹിസ്സലാമും പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാമും മരിച്ചിട്ടില്ലെന്നാണ് അങ്ങനെ പറയുന്ന ആലിമീങ്ങളുണ്ട്. അല്ല, മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഖദർ നബി അലൈഹിസ്സലാം വളരെ മുമ്പ് വന്നു. ഖദർ നബിമാരും മുർസലീങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നബിമാർക്ക് പ്രബോധനം ചെയ്യൽ നിർബന്ധമല്ല, അവർക്ക് അല്ലാഹു വഹി കൊടുക്കും. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ മുർസലാണെങ്കിൽ, റസൂലാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോ ഖദർ നബിയാണ്, ആരല്ല? റസൂലല്ല അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ഖദർ നബി അലൈഹി സ്വലാം ഏത് സമൂഹത്തിലേക്ക് അയക്കപ്പെട്ടു അങ്ങനെയൊന്നും ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. ഖദർ നബിയുടെ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്, കുറെ ചരിത്ര സംഭവങ്ങളുണ്ട് ഖദർ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട. ഖദർ നബിയെ നേരിട്ട് കണ്ടവരുണ്ട്. മഹാനായ ശംസുൽ ഉലമ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരുപാട് ആളുകൾ, ഞാൻ ഖദറാണെന്ന്, ഖദർ നബി അലൈഹിസ്സലാം ആണ് എന്ന് തോന്നുന്ന ഒരാളെ കണ്ട ഒരാൾ ഇപ്പോൾ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള ഒരാളുണ്ട്. അള്ളാഹു തആല ചില ആളുകൾക്ക് അത് അറിയിച്ചു കൊടുക്കും. മഹാനവറുകൾ ഗൈബിയായൊരു ലോകത്ത് ജീവിക്കുന്നു എന്നാ പറയാം, അദൃശ്യമായൊരു ലോകത്ത് ജീവിക്കുന്നു.
അല്ലാഹു തആല പറഞ്ഞു, വഇദ് ഖാല മൂസ ലിഫതഹ്, മൂസ നബി അലൈഹിസ്സലാം തൻ്റെ യുവാവിനോട്, തൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരനോട്, തൻ്റെ മൗലയോട്, തൻ്റെ ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമിനോട് പറഞ്ഞ നേരം ഓർക്കുക നബിയെ, ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, മജ്മഉൽ ബഹ്റൈൻ വരെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഔ അംളി ഹുഖബ, അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടം ഞാൻ അന്വേഷണത്തിൽ കാലം കഴിച്ചേക്കും, എനിക്ക് മജ്മഉൽ ബഹ്റൈനിൽ എത്തണം എന്ന് മൂസ നബി അലൈഹിസ്സലാം തൻ്റെ കൂട്ടുകാരനോട് പറയുന്നു. അല്ലാഹു തആല പറയാണ്, നിങ്ങൾ മജ്മഉൽ ബഹ്റൈൻ വരെ യാത്ര പോകണം. ഈ മജ്മഉൽ ബഹ്റൈൻ എവിടെയാണ് എന്നത് ഗവേഷകന്മാർ കണ്ടെത്തേണ്ട വിഷയമാണ്. അത് ഷർമ ഷെയ്ഖ് പോയവരുണ്ടോ? അമേരിക്ക പോയിക്കണോ ഷർമ ഷെയ്ഖ്? ഗൾഫ് ഓഫ് അഖബയും ഗൾഫ് ഓഫ് സൂയിസും, സൂയസ് കനാൽ കടന്നു പോകുന്ന നമ്മുടെ ചെങ്കടലിൻ്റെ ഈജിപ്തിനോട് ചേരുന്ന ഭാഗം ഗൾഫ് ഓഫ് അഖബയുണ്ട്. ഒരു ഭാഗത്ത് ജോർഡാനിലേക്ക് കടന്നു, രണ്ട് കൈകളായിട്ടാണ് ആ കടല്. മേലെ നിന്ന് യമനിൽ നിങ്ങോട്ടങ്ങ് പോന്നു കഴിഞ്ഞാൽ, വെസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് കൈകൾ പോലെ ഒരു ഭാഗം അഖബ ഉൾക്കടലാണ്, ഒരു ഭാഗം സൂയസ് ഉൾക്കടലാണ്. ഈ സൂയസ് ഉൾക്കടലിന്റെ ഈ ഇടതു ഭാഗമാണ് ഈജിപ്റ്റായിട്ട് വരിക. സൂയസ് ഉൾക്കടലിന്റെ വലതു ഭാഗമാണ് സീന. അഖബ കടന്നു കഴിഞ്ഞാൽ അഖബയുടെ ഇടതു ഭാഗം സീനയാണ്, വലതു ഭാഗം ജോർഡാനാണ്. സൗദി അറേബ്യയുടെ ഭാഗമുണ്ട്, ജോർഡാനുമുണ്ട്. അപ്പൊ ഈ അഖബയും സൂയസും ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലം, അവിടെ റഅസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഇന്ന് ഷർമ ഷെയ്ഖാണത്. ഷർമ ഷെയ്ഖിലെ റഅസ് മുഹമ്മദ് എന്ന് പറയുന്ന അവിടെ ഒരു വലിയ പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ടിൽ നിന്ന് അവിടെ വെള്ളം വളരെ ആഴം കുറവുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായ തെളിമയുള്ള വെള്ളമാണ്. 2 കിലോമീറ്ററോളം ആഴമില്ലാത്ത വെള്ളമുള്ള പ്രദേശമാണത്. അവിടെയാണ് ഈ സംഭവം, ചരിത്ര സംഭവം നടക്കുന്നത്. അവിടെയാണ് അവർ കപ്പൽ കയറിയത്. അതൊക്കെ നടന്നത് അഖബ ഉൾക്കടലും സൂയസ് ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന പ്രദേശം. ഇന്നത് ഷർമ ഷെയ്ഖാണ്. ഈജിപ്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്, അതിൽപ്പെട്ട സ്ഥലമാണ്. റഅസ് മുഹമ്മദ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അതാണ് അവരെന്തുകൊണ്ട് അങ്ങനെ പേരിട്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു പാറയുണ്ട് അവിടെ. ആ ഒരു പാറക്ക് മുകളിലാണ് മൂസ നബി അലൈഹിസ്സലാമും തൻ്റെ പരിചാരകനും വിശ്രമിച്ചത്. ചരിത്രം വഴി പറയാം. ഇന്ന് നമുക്ക് ചരിത്രം, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അങ്ങ് അവസാനിക്കുന്നത് വരേക്കും പറയണമെന്നാണ് ആഗ്രഹം. വഇദ് ഖാല മൂസ ലിഫതഹ്, സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ പരിചാരകനോട് പറയാണ്, ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, മജ്മഉൽ ബഹ്റൈൻ വരെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഔ അംളി ഹുഖബ, ഹുഖബ എന്ന് പറഞ്ഞാൽ അസ്സമനു ത്വീൽ, ഒരുപാട് കാലം എന്നാണ്. അല്ലെങ്കിൽ ഒരുപാട് കാലം ഞാൻ യാത്ര ചെയ്യും, എനിക്കങ്ങോട്ട് പോയേ പറ്റൂ. കാരണം സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ഉള്ളത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ നിന്ന് ഈ പറയുന്ന മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ സൂയസ് കനാലിന്റെ ഭാഗം മൊത്തം ആ കടൽ ഇങ്ങനെ ചുറ്റി ഒരു സി ഷേപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരണം മൂസ നബി അലൈഹി സ്വലാമിന്. ഒരുപാട്, ഇന്ന് കണക്കാക്കിയാൽ ബസ്സിൽ തന്നെ നമുക്കൊരു 8 മണിക്കൂറോ 10 മണിക്കൂറോ യാത്ര ചെയ്യേണ്ട ദൂരം മൂസ നബി അലൈഹി സ്വലാമിന് കൈറോവിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുണ്ട്. അപ്പൊ ഞാൻ എത്ര കാലം എടുത്താലും ശരി, ഞാൻ മജ്മഉൽ ബഹ്റൈനിൽ വരെ ഞാൻ പോകും എന്ന് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം തൻ്റെ മൗലയോട് യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാമിനോട് പറഞ്ഞ നേരം ഒന്ന് ഓർക്കുക നബിയെ. അപ്പൊ എന്തിനായിരുന്നു ആ യാത്ര? കാരണമൊന്നും ഖുർആൻ പറഞ്ഞില്ല. മൂസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളോട് സംസാരിച്ചതോ അവരിൽ നിന്ന് ചോദ്യം ഉണ്ടായതിന് മറുപടിയോ ഇതൊക്കെ നബി തങ്ങളെ പറഞ്ഞു തരാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലാണ്. ഖുർആനിൽ അല്ലാഹു തആല വളരെ ഷോർട്ടായിട്ടാണ് പറയാം, പെട്ടെന്ന് എടുത്തു പറയും. അതിൻ്റെ മുമ്പുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണം. പെട്ടെന്ന് പറയാം, മൂസ നബി അലൈഹിസ്സലാം തൻ്റെ പരിചാരകനോട് ഞാൻ മജ്മഉൽ ബഹ്റൈൻ വരെ പോവുകയാണെന്ന് പറഞ്ഞ നേരം ഓർക്കുക. അത്രേ ഉള്ളൂ. എന്തിനു പറഞ്ഞു, എന്തായിരുന്നു വിഷയം, ഇതൊക്കെ നബി തങ്ങളെ പറഞ്ഞു റസൂലുള്ളാഹി അലൈഹി വസല്ലം. ഫലമ്മ ബലഗ, രണ്ടുപേരും എത്തിയപ്പോൾ മജ്മഅ ബൈനിഹിമ, അവർ രണ്ടുപേരും ഒരുമിച്ച്, രണ്ടുപേരും സമുദ്രത്തിൻ്റെ സംഗമസ്ഥാനം, രണ്ട് കടലും ഒരുമിച്ച് കൂടുന്ന സ്ഥലം, അതായത് ചെങ്കടൽ നേർരേഖയിൽ ചെന്ന് ഒരു ഭാഗത്ത് അഖബയായും ഒരു ഭാഗത്ത് സൂയസ് കനാലായും സൂയസ് ഉൾക്കടലായും കടന്നു പോകുന്ന ആ ഭാഗം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ ചെങ്കടലാന്ന് ഇന്ത്യൻ മഹാസമുദ്രം ചെങ്കടലിൽ കടന്നു വരുന്നു. യമൻ വലതു ഭാഗത്ത്, ഇടതു ഭാഗത്ത് എത്യോപ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇങ്ങനെ വന്ന് മേലോട്ടെത്തുമ്പോൾ ഇതാണ് അഖബ. ഇവിടെ പോയിട്ട് ഈ കടൽ അവസാനിക്കുകയാണ്. ഇവിടെ സൂയസ്, ഇവിടെയും കടൽ അവസാനിക്കുന്നു. പക്ഷേ സൂയസ് കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട് മെഡിറ്ററേനിയൻ കടലിലേക്ക്. കരമാർഗം, കര കീറിയിട്ട് അല്ലേ, മനുഷ്യനിർമ്മിത കനാലുണ്ട്. സൂയസ് കനാൽ വഴി ഈ ചെങ്കടൽ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിക്കുകയാണ്. ആ മജ്മഉൽ ബഹ്റൈൻ, അങ്ങനെ ഒരു സ്ഥലം മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്നത് ഈ
ഷർമു ഷെയ്ഖ് എന്ന് പറയുന്ന പ്രദേശമല്ലാതെ വേറെ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ്. മുഫസ്സിരീങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്, ബഹ്റു ഫാരിസ് വ ബഹ്റു റൂം, റോമൻ സമുദ്രവും പേർഷ്യൻ സമുദ്രവും എന്ന് പറയുന്നു. അത് രണ്ടും ഇബ്നു കസീർ തങ്ങളൊക്കെ, ഇമാം ഖുർത്തുബി തങ്ങൾ, അതുപോലെ തന്നെ ഇമാം സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിലൊക്കെ പറഞ്ഞ വ്യത്യസ്തങ്ങളായ കടൽ ഭാഗങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അന്നത്തെ ആലിമീങ്ങൾക്ക് ലഭ്യമായ അവരുടെ ആ ഒരു ജിയോഗ്രഫി പഠനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ചാണ് ഇത്തരം വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത് ഗവേഷണ വിഷയമായൊരു വിഷയമാണ്. അത് പ്രഗത്ഭരായ പണ്ഡിതന്മാർ മജ്മഉ അൽ ബഹ്റൈൻ, അഖബയും സൂയസ് കനാലും സൂയസ് ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന ഇന്ന് ഷർമു ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന പ്രദേശം, അവിടെ ഈ പാറക്കെട്ടുകളുണ്ട്. മൂസ നബി അലൈഹിസ്സലാമും തൻ്റെ കൂട്ടുകാരനായ യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാമും ഒരുമിച്ച് വിശ്രമിച്ച എന്ന് പറയുന്ന ഉണ്ട്. അവിടെ കപ്പൽ വരാൻ സാധ്യതയുള്ള 50 മീറ്റർ, ഈ പാറയിൽ നിന്ന് 50 മീറ്റർ ദൂരത്തിൽ ഒരു ചെറിയ ആഴമുള്ള ഒരു ഭാഗമുണ്ട് കപ്പലുകൾ കടക്കാൻ പറ്റുന്ന. അവിടെയായിരുന്നു കപ്പൽ വന്നതെന്നൊക്കെ പറഞ്ഞത് വളരെ വിശദമായ പഠനങ്ങൾ ഇന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫലമ്മ ബലഗ മജ്മഅ ബൈനഹിമ, അല്ലാഹു തആല പറഞ്ഞു മൂസ നബിയെ, കഥ ഇതിന്റെ ചരിത്രം പറയാം. മൂസ നബിയെ, അങ്ങയേക്കാളും അറിവുള്ള ഒരാൾ ഇന്ന് അള്ളാഹുവിൻ്റെ ഭൂമിയിലുണ്ട്, എൻ്റെ ഒരു ദാസനുണ്ട്. ആ ദാസന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി പഠിക്കുക. നിങ്ങൾ പോവേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൊട്ടയിൽ മത്സ്യം ഉപ്പ് വെച്ച, അതായത് വേവിച്ചെടുത്ത മത്സ്യം, നിങ്ങൾക്ക് ഭക്ഷണമായി കഴിക്കാൻ പറ്റുന്ന മത്സ്യം നിങ്ങളൊരു കൊട്ടയിൽ കൊണ്ടുപോവുക. മിക്തൽ എന്നാണ് പറയാ. കാസർഗോഡൊരു കൊട്ട എന്ന് പറഞ്ഞാൽ ഈ കീശിനാ കൊട്ട എന്ന് പറയാം. നമ്മുടെ കീസില്ലേ ലുലു എന്നൊക്കെ പറയണേ അല്ലേ, അതിന് കൊട്ട എന്ന് പറയും. എനിക്ക് ആദ്യം അത്ഭുതപ്പെടും, റബ്ബേ എന്ത് കൊട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മീനെ കൊണ്ടുപോകണ കൊട്ടയല്ലേ എന്ന് വിചാരിക്കും. മലപ്പുറത്തേരെ കൊട്ട എന്ന് പറഞ്ഞാൽ അതാ വിചാരിക്കുക. അപ്പോൾ ശരിക്ക് മലപ്പുറത്തെ കൊട്ടയിട്ടോ, കാസർഗോഡത്തെ കൊട്ടയല്ല. കാസർഗോഡത്തെ കൊട്ടയൊക്കെ തൂക്കി പിടിച്ചാൽ കൊണ്ടുപോവുക. എന്ത് ഒരു ബാസ്ക്കറ്റിലായിട്ട് കൊണ്ടുപോകണം. അതിൽ മത്സ്യമുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണമാണ്. നിങ്ങൾ മജ്മഅ അൽ ബഹ്റൈൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ആ കടലിൻ്റെ വക്കിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കൊട്ടയിൽ നിങ്ങളുടെ ഭക്ഷണമായി നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ജീവനില്ലാത്ത ഈ മത്സ്യത്തിന് ജീവൻ കിട്ടുന്ന ഒരു സ്ഥലം വരും. അതായത് ഈ മത്സ്യം കൊട്ടയിൽ നിന്ന് കടലിലേക്ക് ചാടിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടാവും. മൂസ നബിയെ, അതെവിടെയാണോ നിങ്ങൾ കാണുന്നത് അവിടെ നിങ്ങൾ എൻ്റെ അടിമയെ അന്വേഷിക്കണം. അവിടെ ഞാൻ പറഞ്ഞ ആളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊന്ന് പഠിക്കണം എന്ന് അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിനോട് പറയാണ്. അങ്ങനെ ഇവർ യാത്ര പോകുന്നു. യാത്ര പോയി നമ്മൾ ഈ പറയുന്ന റസ് മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു പാറക്കെട്ടുകൾക്ക് അരികത്തേക്ക് എത്തുന്നു. മൂസ നബി അലൈഹിസ്സലാം കൂട്ടുകാരനും പറഞ്ഞു, നമ്മളൊന്ന് റെസ്റ്റ് എടുക്കല്ലേ, കുറച്ചൊന്ന് ഉറങ്ങാം. അങ്ങനെ രണ്ടുപേരൊന്ന് വിശ്രമിച്ചു കഴിഞ്ഞ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തൻ്റെ മൗലയായ യൂഷ ബിൻ നൂൻ എന്നവരും അങ്ങനെ യാത്ര. അപ്പോൾ ആ ഉറക്കിന് വിശ്രമിക്കാനിരുന്ന നേരത്ത് ഈ മത്സ്യം അവിടെ ചാടിയിട്ടുണ്ട് വെള്ളത്തിൽ. അത് പക്ഷേ അദ്ദേഹം മറന്നു. യൂഷ ബിൻ നൂൻ എന്നവർ പറയാൻ മറന്നുപോയി. അവർ വീണ്ടും യാത്ര, അല്ലാഹു തആല പോകാൻ വേണ്ടി പറഞ്ഞല്ലേ, കടൽക്കരയിലൂടെ അങ്ങനെ പൊയ്ക്കോളൂ, മജ്മഅ അൽ ബഹ്റൈൻ വഴി അഖബയുടെ ആ ഒരു റൂട്ടിലൂടെ അങ്ങനെ പൊയ്ക്കോളൂ എന്നാ. അവരെങ്ങനെ കടന്നു പോവുകയാണ്. നമ്മൾ അഖബ കടൽ കണ്ടിരുന്നു നമ്മുടെ ഫലസ്തീൻ ട്രിപ്പിൽ. അഖബ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് ഫലസ്തീനിന്റെ ബോർഡർ എത്തുന്ന ഭാഗം, വലത് ഭാഗത്ത് അഖബ കാണാം. ഈജിപ്തിന് അഖബ ഉൾക്കടലും ബോർഡറാണ്, സൂയസ് ഉൾക്കടലും ബോർഡറാണ്, ചെങ്കടലിൻ്റെ ഭാഗവും ബോർഡറാണ്. അപ്പോൾ അത്രയും പ്രവിശാലമായൊരു ഏരിയയാണ് ഈജിപ്തിൻ്റെ ഭാഗം അഖബ. അവിടെ നെഹ്റുൽ ഹയ എന്ന് പറയുന്ന ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു എന്ന് തഫ്സീറിൽ കാണുന്നുണ്ട്. നെഹ്റുൽ ഹയ എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്തൊരു നെഹ്റുൽ ഹയ ഉണ്ടെന്ന് ഹദീസിലുണ്ട്. നരകവാസികളായ ആളുകളെയൊക്കെ കത്തിക്കരിഞ്ഞ് അവരുടെ ശരീരങ്ങളൊക്കെ ആ വെള്ളത്തിൽ മുക്കിയെടുത്താൽ അവർ സുമുഖന്മാരായിട്ട് മാറും. അങ്ങനെ അവൻ്റെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോവുക. കാരണം ഈമാനുള്ള ആളുകൾ, തിന്മ ചെയ്ത ആളുകൾ മരിച്ചുപോയി, അല്ലാഹു തആല തെറ്റ് പുറത്തു കൊടുത്തില്ല, അവർക്ക് നരകപ്രവേശം ഉണ്ടാവും. എന്നിട്ട് അല്ലാഹു തആല പുറത്തു കൊടുത്താൽ അവരെന്ന് മോചിതരാകുമ്പോൾ ഈ നെഹ്റുൽ ഹയാത്തിൽ കുളിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പം അത് ജീവന്റെ പുഴ എന്നാണ്, ജീവൻ നൽകപ്പെടുന്നത് എന്നാണ്. അപ്പം ഈ കൊട്ട വെച്ച ഭാഗത്തായിരുന്നു നെഹ്റുൽ ഹയ എന്ന് പറഞ്ഞൊരു സ്പ്രിങ്, അവിടെ വെള്ളം അണപൊട്ടി ഒഴുകുന്ന വരുന്നൊരു സ്ഥലം. ആ വെള്ളത്തിൻ്റെ ചില റഷാഷ്, അതിൻ്റെ തുള്ളികൾ തെറിച്ചത് കൊണ്ടാവണം എന്ന് പറയുന്നു. ഈ മത്സ്യം പെട്ടെന്ന് കൊട്ടയിൽ നിന്ന് എങ്ങോട്ട് ചാടി, വെള്ളത്തിലേക്ക് ചാടിപ്പോയി. മൂസ നബി അലൈഹിസ്സലാം കൂട്ടുകാരൻ നടന്നു. അങ്ങനെ അവർ കുറേ ദൂരം നടന്നതിൻ്റെ ശേഷമാണ് സയ്യിദന മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്,
അവർ ആ സ്ഥലമൊക്കെ കടന്നു കളഞ്ഞപ്പോ ഖാല ലി ഫതാഹ്, തന്റെ പരിചാരകനോട് പറഞ്ഞു, ആതിനാ ഗദാഅന, നമ്മുടെ ഭക്ഷണം എടുക്കിൻ, ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ, ഈ യാത്രയിൽ നമുക്ക് ക്ഷീണം വന്നല്ലോ, അതുകൊണ്ട് ഭക്ഷണമാവട്ടെ, നമുക്ക് ഭക്ഷണമാവാം എന്ന് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു. അതിലൊരു യാത്രയുടെ മര്യാദ ഉണ്ടെന്നാണ്. മൂസ നബി അലൈഹിസ്സലാം ഭക്ഷണം കിട്ടാതെ വിശന്ന് വേറൊരു രംഗം ചരിത്രത്തിലുണ്ട്. എന്ന് ഫിർഔനിന്റെ അരികത്ത് നിന്ന് മൂസ നബി അലൈഹിസ്സലാം ഓടിയില്ലേ? ഫിർഔന്റെ ബന്ധുവായ ഒരാൾ മൂസ നബി അലൈഹിസ്സലാമിന്റെ കയ്യാലെ ബൈ മിസ്റ്റേക്ക് കൊല്ലപ്പെട്ടു അല്ലേ? ഫഖദ അലൈഹി, മൂസ നബി കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല, തന്റെ കുടുംബക്കാരനായ ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖിബിത്തിക്കാരനായ ഫിർഔന്റെ വംശജനെ തള്ളിയതാണ്. പക്ഷെ ആ ഒരു പുഷിയിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു തള്ളലിൽ അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ മൂസ നബി യാത്ര പോകുന്നു. യാത്ര പോയി ഈജിപ്തിൽ നിന്ന് ഫലസ്തീനും കടന്ന് ജോർഡാനിന്റെ ഭാഗത്തുകൂടെ കനാൻ വരെ എത്തി. കനാനിലെത്തി, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാട്. കനാനിലെത്തി മൂസ നബി അലൈഹിസ്സലാം ഒരു വൃക്ഷത്തിന്റെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? ആ പെൺകുട്ടികളെ സഹായിച്ചു, അവർക്ക് വെള്ളം കുടിപ്പിച്ചു, കിണറൊക്കെ തുറന്നു കൊടുത്തു. അത്ഭുതങ്ങൾ കഴിഞ്ഞ് ഫആവ ഇലാ ഷജറത്തിൻ, ഒരു തണലുള്ള വൃക്ഷത്തിലേക്ക് ഇങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ഇരിക്കുകയാണ്. അങ്ങനെ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, പടച്ചവനെ നീ എന്ത് നന്മ എനിക്ക് ഇറക്കി തന്നാലും അതിനൊക്കെ ഞാൻ അർഹനാണ് റബ്ബേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ നിന്റെ ഭാഗത്ത് നന്മ വേണം. നല്ല വിശപ്പുള്ള നേരമാണ്. അങ്ങനെ വിശപ്പുണ്ടായിട്ടും ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ട് അതിനൊരു പകരം എനിക്ക് ഇന്നത് വേണം എന്ന് മൂസ അലൈഹിസ്സലാം ചോദിച്ചില്ല എന്നാണ്. അങ്ങനെ ഒരു ചോദിക്കാമല്ലോ, വിശന്ന ഒരാൾക്ക് ഞാനിത് സഹായിച്ചു തരാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് പകരം തരണം, ഒന്നും ചോദിച്ചില്ല. അവരെ സഹായിച്ചു കൊടുത്തു. മൂസ നബി പറഞ്ഞു, പടച്ചവനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം റബ്ബേ, ഞാൻ നിന്റെ പടപ്പുകൾ ആരോടും ചോദിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് നിന്റെ സഹായം വേണം പടച്ചവനെ. ആ പെണ്ണുങ്ങൾ വന്നിട്ട് മൂസ നബിയെ വിളിച്ചു കൊണ്ടുപോവാൻ, ശുഐബ് നബിന്റെ മോള് വന്ന് കൊണ്ടുപോവാൻ, എൻ്റെ ഉപ്പ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിന് വീട് വരെ വരണം. മൂസ നബി അലൈഹി സ്വലാം പിന്നാലെ പോകുന്നു. പിന്നാലെ അല്ല, ആ പെണ്ണിനോട് ബാക്കിൽ നടക്കാൻ വേണ്ടി പറഞ്ഞു. മൂസ നബി മുമ്പിൽ നടന്നു. അതൊക്കെ മൂസ നബിയുടെ ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങളാണ്, നമുക്ക് വലിയ മാതൃകയുമാണ്. ഒരു പെണ്ണിന്റെ പിന്നാലെ ഒരു ആണുങ്ങ നടക്കാൻ പാടില്ല എന്നാ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ മുമ്പിൽ നടക്കാം, വഴി എവിടെയാണ് പിഴക്കുന്നത് നിന്നോട് പറഞ്ഞെന്നാൽ മതി, ഞാൻ മുമ്പിൽ നടക്കാൻ, നീ പിന്നിൽ വന്നാൽ മതി, അങ്ങനെ പറഞ്ഞു. ഒരു പെണ്ണിങ്ങനെ ഒരു പ്രായപൂർത്തി എത്തിയ ഒരു പെൺകുട്ടി, അന്യൊരു പെൺകുട്ടി മുമ്പിൽ നടക്കുന്നു, ഒരാണ് ബാക്കിൽ നടക്കുന്നു, അത് ശരിയല്ല എന്ന്, വേഗം ഓവർടേക്ക് ചെയ്തേക്കണം എന്നാ, ആണ് മുമ്പിൽ നടന്നേക്കണം. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം അങ്ങനെ നടന്നു. അപ്പോൾ ഇതൊക്കെ ഈ പെണ്ണ് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന ഖൈറ മനിസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ, വാപ്പയോട് പറയണ, വാപ്പ നമ്മളൊക്കെ വളരെ കഷ്ടപ്പാടിലല്ലേ, നമുക്ക് സഹായത്തിന് ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ നല്ല സത്യസന്ധനാവണം. ഒന്ന്, വീട്ടിലൊക്കെ ജോലിക്ക് നിർത്തണമെങ്കിൽ ആൾ സത്യസന്ധനാവണം, അള്ളാനെ പേടിക്കുന്ന ആളാവണം, പിന്നെ ആരോഗ്യമുള്ള ആളാവണം, അപ്പോഴെങ്കിലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഈ മൂസ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരിൽ ഞാൻ കാണുന്നു എന്ന് ആ പെണ്ണ് മോള് പറയണ വാപ്പയോട്. അങ്ങനെയാണ് മൂസ നബി അലൈഹി സ്വലാമിനെ അവിടെ ജോലിക്ക് നിർത്തുന്നതും കല്യാണം കഴിച്ചു കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. ആ തളർന്ന യാത്രയിൽ ഈജിപ്തിൽ നിന്ന് കനാൻ വരെയുള്ള ഓട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും. നമുക്ക് മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ ഉംറക്ക് നമ്മൾ പോകുന്ന സമയത്ത് മനസ്സിലാവും എത്രയാണ് റബ്ബേ, അള്ളാഹിൻ്റെ റസൂലൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരുഭൂമിയൊക്കെ കടന്നിട്ടാണല്ലോ യാത്ര പോയത്. നമുക്ക് വലിയ വിഷമം തോന്നും, എങ്ങനെയായിരിക്കും ആ യാത്ര. മൂസ നബി അലൈഹി സ്വലാമിൻ്റെ യാത്ര കണ്ടാൽ സുബ്ഹാനല്ലാഹ്, 6-7 മണിക്കൂറൊക്കെ ബസ്സൊക്കെ നോൺ സ്റ്റോപ്പ് ഓടുകയാണ്, എന്നാലും എത്തുന്നില്ല. എന്നാലും നമ്മൾ ഫലസ്തീനിൽ എത്തുന്നുള്ളൂ. അവിടെ നിന്നും ഫലസ്തീനും ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ജോർഡാൻ വഴി, ജോർഡാനിൻ്റെ അങ്ങ് നോർത്തിലേക്ക് ആ ഭാഗത്തേക്ക് കടക്കണം, അപ്പോഴേ കനാനിലേക്ക് എത്തുക. അത്രയും ദൂരം മൂസ നബി അലൈഹി സ്വലാം യാത്ര ചെയ്യത്തന്നെ മിനിമം 1 മാസമെങ്കിലും എടുത്തിട്ടുണ്ടാവും. ആ ഒരു യാത്രാക്ഷീണം ഉണ്ടായിരിക്കെ എവിടെയും മൂസ നബിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം തരണം എന്നോ, ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സഹായം വേണമെന്നോ ആരോടും മൂസ നബി അവിടെ ചോദിച്ചിട്ടില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശപ്പിന്റെ പരാതി പറഞ്ഞില്ല എന്നാ. പക്ഷേ കൂടെ ഒരാളുണ്ട് ഇവിടെ, യൂഷഅ ബിൻ നൂൻ. മൂസ നബി ഒറ്റക്കുള്ള യാത്രയാണെങ്കിൽ ഇത് പറയൂല എന്നാ, തൻ്റെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ ചിലർക്ക് ഭക്ഷണം തീരെ വേണ്ടാത്ത ആൾക്കാരുണ്ടോ യാത്രയിൽ, ചിലർക്ക് വണ്ടി കയറിയ വിശക്കണ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വണ്ടി കയറിയ പിന്നെ വിശപ്പ്, പിന്നെ അവർക്ക് ഷവർമ വാങ്ങണം, അത് വാങ്ങണം. വീട്ടിലിരിക്കുമ്പോൾ ഒരു വിശപ്പ് ഉണ്ടാവില്ല. കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടാവും, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത മക്കളൊക്കെ വണ്ടി കയറിയ അപ്പോൾ അവർക്ക് വിശന്നു. എന്നാലോ എത്ര ആഴ്ചകൾ യാത്ര ചെയ്താലും ഒരു ഭക്ഷണം വേണ്ടാത്ത ആൾക്കാരുണ്ടാവും. എനിക്കങ്ങ് പോയാൽ മതി, വേറെ ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണോ എന്നതല്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവസ്ഥ എന്താണ് അത് പരിഗണിക്കണം എന്നാണ്.
അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം ഇവിടെ പറയുന്നത്, ലഖദ് ലഖീന ആതിന ഗദാഅന, നമ്മുടെ ഭക്ഷണം, എനിക്ക് വിശന്നു എന്നല്ല പറയുന്നത്, നമുക്ക് വിശന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം എടുക്കിൻ യുശൈബ്, നമ്മുടെ ഭക്ഷണം എവിടെ എന്ന് മൂസ നബി അലൈഹി സ്വലാം. അപ്പോൾ കൂടുള്ള ആളുകളെ പരിഗണിക്കണം എന്നാണ്. ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് വിശന്നിട്ടുണ്ടോ, ടോയ്ലറ്റ് പോകേണ്ട ആവശ്യമുണ്ടോ, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, കൂടുള്ള ആളെ പരിഗണിക്കണം എന്നാണ്. നമുക്ക് വേണ്ടെങ്കിലും കുഴപ്പമില്ല, ഒറ്റയ്ക്കല്ലേ, ആരോടും പരാതി പറയണ്ട. പക്ഷെ കൂടെ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരെ പരിഗണിക്കണം. അതാണ് മൂസ നബി അലൈഹി സ്വലാം ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ മഹാനായ യൂശ ബിൻ നൂൻ പറഞ്ഞു, മൂസ നബിയെ, ഞാനത് പറ്റ മറന്നുപോയി, ഇബ്ലീസാണ് എന്നെ പഴപ്പിച്ചത്, പിശാച്ചാണ് എന്നെ മറപ്പിച്ചു കളഞ്ഞത്, നമ്മൾ ആ പാറക്കെട്ടിന്റെ അരികത്ത് വിശ്രമിക്കാൻ ഇരുന്നില്ലേ, അപ്പോ ഈ മത്സ്യം വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു, ഞാനത് പറയാൻ. അങ്ങനെ രണ്ടുപേരും അവരുടെ കാൽപ്പാടുകൾ നോക്കിയിട്ട് ഇങ്ങ് തിരിച്ചു നടന്നു എന്നാ. GPS ഒന്നുമില്ലല്ലോ, ഏതിലെ വന്നതെന്ന് അറിയില്ല. അപ്പൊ കാൽപ്പാടുകൾ നോക്കിയിട്ട് അല ആഹാരിഹിമ, കാലടി വെച്ച ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് അതിങ്ങനെ നോക്കി അവർ റിവേഴ്സ് നടന്നു വന്നു. അങ്ങനെ പാറക്കെട്ട് ഇവിടെയാ മൂസ നബിയെ നോക്കുമ്പോൾ ആ വെള്ളം ഷാലോ എൻഡ് കഴിഞ്ഞ് ഇവിടെ ഡീപ്പ് സൈഡ് ആരംഭിക്കുന്നിടത്ത് ഒരു വഴി പോലെ, ഒരു ചെറിയ കമാനം, ഒരു ഗുഹ പോലെ വെള്ളത്തിനുള്ളിലേക്ക് വഴി കാണുന്നു മൂസ നബി അലൈഹിസ്സലാം. അതാണ് ഫത്തഖദ സബീലഹു ഫിൽ ബഹരി അജബാ, സമുദ്രത്തിൽ വല്ലാത്തൊരു അത്ഭുതം. ഇങ്ങനെയുണ്ടോ വെള്ളം ഇങ്ങനെ മാർച്ചായിട്ട് നിൽക്കുന്നത്? ഫ്രീസ് ചെയ്ത ഐസ് കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷെ വെള്ളം അങ്ങനെ നിൽക്കൂലല്ലോ. ഇതൊരു വല്ലാത്തൊരു അത്ഭുതമാണ്. മൂസ നബിക്ക് 2 തവണയാണ് അള്ളാഹു അത് കാണിച്ചു കൊടുത്തത്. ഒന്നവർ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ചെങ്കടൽ മുറിച്ചു കടന്നപ്പോൾ കടൽ 2 ഭാഗമാക്കി അള്ളാഹു ചാല മാറ്റിക്കൊടുത്തു. എക്സോഡസ് എന്നൊക്കെ ബൈബിളിലൊക്കെ പറയുന്ന ഭാഗം, കടലിന്റെ ദ സ്പ്ലിറ്റ് ഓഫ് ദ സീ, അങ്ങനെ ഒരു സംഭവം. പച്ചവെള്ളം ഇങ്ങനെ അവിടെ സോളിഡായിട്ട് നിൽക്കുകയാണ്, ഉറച്ച പോലെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ മൂസ നബി അലൈഹി സ്വലാം ഒരു കമാനം പോലെ കാണുന്നു. മൂസ നബി അലൈഹി സ്വലാം അപ്പൊ മത്സ്യം അവിടെയാണ് ചാടിപ്പോയതെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അവിടെ ഒരു മത്സ്യം കാണാനില്ല. മൂസ നബി അലൈഹി സ്വലാം നടന്നു ചെന്നു, വെള്ളം നനഞ്ഞില്ല. നമ്മളൊരു ഗ്ലാസിന്റെ മീതെ നടന്നാൽ എങ്ങനെയാ, അതുപോലെ അതിനകത്തേക്ക് നടന്നു. അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. അപ്പോഴാണ് ഖിദ്ർ അലൈഹിസ്സലാം ചോദിച്ചത്, അന്നാ ബി അർദിക സലാം, ആരാണോ എന്റെ നാട്ടിൽ വന്ന് സലാം പറയുന്നത്, ആരാന്ന് ചോദിച്ചു. അന മൂസ, ഞാൻ മൂസയാണ്. മൂസ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലേക്ക് വന്ന മൂസയാണോ? അതെ, ഞാൻ ബനു ഇസ്രായേലിലേക്ക് വന്നു. എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ലാഹു തആല എന്നോട് നിങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്നോടോ, എൻ്റെ കൂടെ? അതെ. നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂലല്ലോ, നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂലല്ലോ. ഞാൻ ക്ഷമിച്ചോളാം, ഞാൻ എന്ത് ചെയ്യാം, പരമാവധി ഞാൻ ക്ഷമിച്ച് നിങ്ങളുടെ കൂടെ കൂടാം. നന്നായി ക്ഷമിക്കേണ്ടി വരും, പറ്റുമെന്ന് ചോദിച്ചു. ആ പറ്റുമെന്ന് പറഞ്ഞു. ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, നിങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്ന ഇൽമിൽ നിന്ന് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന കണ്ടീഷനിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെയോ? ഒരു മനുഷ്യന്റെ കൂടെ നിരന്തരം കൂടുമ്പോഴാണ് ഒരുപാട് ഇൽമു കിട്ടുക എന്നാണ്. സുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി, ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമു കിട്ടുന്ന വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉസ്താദിന്റെ സഹവാസം വേണം. തൂലു സമാൻ, ഒരുപാട് കാലം എന്ത് ചെയ്യണം, ഇരിക്കേണ്ടി വരും. പെട്ടെന്ന് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദർസിൽ പോയിരുന്നു, അപ്പോഴേക്കും ആൾ പണ്ഡിതനായിട്ടാണ് വരണം, അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. ഏതെങ്കിലും ഒരു കിതാബ് ഓതുമ്പോഴേക്കും ലോകത്തെ മൊത്തം ഇൽമ് ഒന്നും കിട്ടൂല. ഒരുപാട് കാലം അധ്വാനിക്കേണ്ടി വരുന്നതാണ്. കാലങ്ങളോളം അധ്വാനിക്കുമ്പോഴാണ് ഇൽമു കിട്ടുക. ഒരുപാട് കാലം നമ്മൾ അതിനു വേണ്ടി നമ്മൾ സമയം ഇൽമിന് കൊടുത്താൽ ഇൽമു നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ്. നമ്മൾ തിരക്കിനടി പോയി നോക്കിയാലൊന്നും കിട്ടൂല എന്നാ, അതൊക്കെ പെട്ടെന്ന് മറന്നുപോകും. സുഹ്ബത്ത് ഉസ്താദിൻ, ഒരു ഉസ്താദിന്റെ കൂടെ നടക്കണം. തൂലു സമാനിൻ, ഒരുപാട് കാലവും. ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെ എന്ന് ചോദിക്കുകയാണ് മൂസ നബി അലൈഹിസ്സലാം. അപ്പൊ പറഞ്ഞു, ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ, എൻ്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാൻ ഒരിക്കലും കഴിയില്ല മൂസ നബിയെ. കാരണം നിങ്ങളുടെ ഇൽമു ശരീഅയാണ്, ശരീഅത്തിന്റെ ഇൽമാണ്. എൻ്റെ ഇൽമു മറ്റൊന്നാണ്. എൻ്റെ ഇൽമു ഹഖീഖത്തിന്റെ ഇൽമാണ്. നിങ്ങൾ അസ്ബാബ് കൊണ്ടാണ് നോക്കുന്നത്, ഞാൻ ഗൈബിയായ വിഷയത്തിലൂടെയാണ് വിഷയം കാണുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പോയിട്ട് കാര്യമില്ല. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, വകൈഫ തസ്ബിറു, മൂസ നബിയോട് ഖിദ്ർ നബി, വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ, നിങ്ങൾക്ക് വിവരമില്ലാത്തൊരു വിഷയം നിങ്ങൾ എങ്ങനെയാ ക്ഷമിക്കുക? നമുക്ക് കാര്യം മനസ്സിലാവാതിരുന്നാൽ ക്ഷമിക്കാൻ കഴിയില്ലല്ലോ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് ഖിദ്ർ നബി അലൈഹിസ്സലാം. അപ്പോൾ ഒരു ജീവൻ എടുക്കേ,
അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്, ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയെ നിങ്ങൾ അങ്ങനെ കൊന്നോ? അപ്പൊ എന്തിനത് ചെയ്തു എന്നറിയാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ആരാണെങ്കിലും ക്ഷമിക്കാൻ കഴിയൂല, നമ്മളതിന് റിയാക്ട് ചെയ്തു പോകും. പക്ഷെ ഖിദർ നബി അലൈഹി സ്വലാം ചെയ്തതിന് കാരണമുണ്ട്, ആ കാരണം മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞു ഖിദർ നബി, മൂസ അലൈഹിസ്സലാം, നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ. മൂസ നബി അലൈഹി സ്വലാമിന്റെ മറുപടി, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആലയുടെ മശീഅത്തുണ്ടെങ്കിൽ, അല്ലാഹ് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ക്ഷമിച്ചു വരാം. വലാ അഅസു ലക അംറ, നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ എതിര് ചെയ്യൂല. വലാ അഅസു ലക അംറ. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ മഅരിഫത്തിന് കൊടുക്കുന്ന പല കാര്യങ്ങളും നമുക്കത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്. കണ്യാല മൗല എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ട്, മരിച്ചുപോയി. പെരിന്തൽമണ്ണ ഭാഗത്താണ്. മൗലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാനെ സ്നേഹിക്കുന്നവരാണ്, സ്നേഹിക്കേണ്ടവരാണ്. അപ്പോൾ ഒരു മുക്കുവൻ എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാണ്, മത്സ്യം കിട്ടുന്നില്ല, ഞാൻ എൻ്റെ തോണി എടുത്തിട്ട് പോയിട്ട് തീരെ മത്സ്യം കിട്ടാറില്ല. കച്ചവടക്കാർ കച്ചവടമില്ല എന്ന് പറഞ്ഞ പോലെ പരാതി പറയാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. പറഞ്ഞു, നാളെ രാവിലെ നീ തൂണെടുത്ത് പോയിക്കോ, നിനക്കൊരുപാട്, നീ കുറച്ചങ്ങൊരു ആഴക്കടലിലേക്ക് എത്തുമ്പോൾ നിനക്കൊരുപാട് മത്സ്യം കിട്ടും, നല്ല മത്സ്യം കിട്ടും, നീ വല കൊണ്ട് പിടിച്ചോ. പക്ഷെ അവിടെ ഒരു വലിയൊരു മത്സ്യം അതിൻ്റെ വാലിട്ടടിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് വരും. അതിനെ നീ ഒന്നും ചെയ്യരുത്, അതിനൊന്നും ചെയ്യരുത്, ബാക്കിയുള്ള മത്സ്യമൊക്കെ നീ പിടിച്ചു പോര്. 1.5 ലക്ഷം അദ്ദേഹത്തിന് കടമുണ്ടെന്ന് പറഞ്ഞു. കടക്ക് വീട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിറ്റേന്ന് പോവാണ്. മൗല അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞ ചില വാക്ക് കിട്ടി അങ്ങനെയാണല്ലോ. അങ്ങനെ പോകുന്നു, കടലിലെത്തുന്നു, ഭയങ്കര റാഹത്ത്, ഇതുവരെ കിട്ടാത്ത മത്സ്യം അദ്ദേഹത്തിന്. വല വീശുന്നത് മൊത്തം നിറയെ മത്സ്യം. അപ്പോഴാണ് വലിയൊരു മത്സ്യം അടുത്തുകൂടെ അങ്ങനെ വാലിട്ട് അടിച്ചു പോകുന്നു. അപ്പോഴേക്കും ഇദ്ദേഹത്തിന് ആ കാര്യം മറന്നുപോയി. മൗല പറഞ്ഞിട്ടുണ്ട്, ആ മത്സ്യത്തെ ഒന്നും തുടരുത്, അതിനൊന്നും ചെയ്യരുത്. ഇയാൾ വലയിട്ടു ഈ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി, വലിയ മീനെ കിട്ടാൻ. വല അങ്ങ് പൊട്ടിപ്പോയി. അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു വടി കൊണ്ട് ഈ മത്സ്യത്തെ അടി അടിച്ചു, നല്ലൊരു അടി അടിച്ചു. അങ്ങനെയെങ്കിലും ഇതിനെ കിട്ടട്ടെ, എന്തോ ചെയ്തിട്ടായിരിക്കും. മത്സ്യം കിട്ടിയില്ല. അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ കട അന്ന് വീടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ വിഷയം സന്തോഷം പറയണമല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയെന്ന് പറയാൻ വേണ്ടി മഹാനായ മൗലയുടെ മുമ്പിലേക്ക് വരികയാണ്. അങ്ങനെ മൗല ദൂരത്ത് നിന്ന് കണ്ടപ്പോഴേ, മത്സ്യം കുറേ കിട്ടിയല്ലേ? ആ കിട്ടി. വല്ലാത്ത അടിയാണല്ലോ നീ അടിച്ചത്, എന്തടിയാണെങ്കിൽ മെല്ലെ അടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കാലിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ നോക്കുമ്പോൾ ഈ കാലിൻ്റെ കണങ്കാലിൻ്റെ മസിലിൽ അടികൊണ്ടതിൻ്റെ അടയാളമുണ്ട്. നീ എന്ത് അടിയാടോ എന്നല്ല അടിച്ചത്? ആ അടിയുടെ അടയാളം മത്സ്യത്തിൻ്റെ പുറത്തുള്ളത് മഹാനായ മൗലയുടെ കാലിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഈ ഹഖീഖത്തിൻ്റെ ലോകം വലിയ അത്ഭുതമുള്ള ലോകമാണ്. നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത വലിയ വലിയ അത്ഭുതങ്ങൾ അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ കാര്യം മനസ്സിലാവാതിരിക്കുമ്പോൾ പല ആളുകൾക്കും സംശയം വരും, എന്താണിത്, അങ്ങനെ കണ്ടോ? പക്ഷെ അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ഒരു ലോകം. ആ ഒരു ലോകം അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഭാഗമാണ് ഖുർആനിലെ ഖിദർ നബി അലൈഹിസ്സലാമിൻ്റെ ഭാഗം. പലതും നമ്മൾ കണ്ണുകൾക്ക് നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾക്ക് അതീതമായ വിഷയം അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചുകൂടാം, ഞാനൊന്നും ചെയ്യൂല. വല അഅസു ലക അംറ, നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ എതിര് ചെയ്യുകയില്ല എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ നബി അലൈഹിസ്സലാമിനോട് പറയാണ്. ഖാല ഫഇൻ ഇത്തബഅതനി, എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിഥ ലക മിൻഹു ദിക്റാ, എൻ്റെ കൂടെ കൂടിയാൽ ഓരോ വിഷയവും ഞാൻ ചെയ്യും, അതൊന്നും എന്നോട് ചോദിക്കരുത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കരുത്. ഞാനായിട്ട് അതിൻ്റെ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഞാനായിട്ട് അതിൻ്റെ മറുപടി പറഞ്ഞു തരും. അത് പറഞ്ഞു തരും വരെ എന്നോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കരുത്. ഫൻതലഖ, രണ്ടുപേരും പോവുകയാണ്. ഹത്താ ഇദാ റകിബാ ഫിസ് സഫീന, അവിടെ ഒരു കപ്പൽ വരുന്നു. അപ്പോൾ അഖബയുടെ ഈ ശർമ ഷെയ്ഖിൻ്റെ ഭാഗത്ത് ഈ കപ്പലടിയുന്ന നങ്കൂരമിടാൻ സാധ്യതയുള്ള ഭാഗം ആലിമീങ്ങൾ ഗവേഷണങ്ങൾ വിധേയമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈജിപ്തിൽ നിന്ന് പോകുന്ന കപ്പലുകളാണത്. ഈജിപ്തിൽ നിന്ന് കൈറോയിലിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് കപ്പലുകൾ
ജോർഡാനിലേക്ക്, അഖബയിലേക്ക്, പെട്രയിലെ ഭാഗങ്ങളിലേക്ക്, ഇങ്ങനെ ജസീറത്തുൽ അറബിലേക്കൊക്കെ പോകേണ്ട സാധനങ്ങൾ ഈജിപ്തിൽ നിന്ന് ഗോതമ്പ് കയറ്റി പോകുന്ന കപ്പലുകളൊക്കെ അഖബ വഴി ടച്ച് ചെയ്തിട്ടാണ് പോവുക. അപ്പൊ ആ ഒരു കപ്പലായിരിക്കണം. അല്ലാഹു ആലം കപ്പൽ സഞ്ചാരത്തിന്റെ സാധ്യത പുരാതന ഈജിപ്ഷ്യൻ ചരിത്രവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇന്ന് ഇവിടെ നിന്ന് 3200 കൊല്ലം എന്നാണ് ഏകദേശ കണക്ക് പറഞ്ഞത് ഈ സംഭവം നടന്നത് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് 3200 കൊല്ലം, അതായത് ഈസ നബി അലൈഹിസ്സലാമിന്റെയും 1200 കൊല്ലം. അപ്പോ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ നബി അലൈഹിസ്സലാമും രണ്ടുപേരും ആ കപ്പലിലേക്ക് കടക്കുകയാണ്. മോൾ ആരാ നോക്കുന്നത്? തോരിക്കിന്റെ മോളാണോ? ആണോ? മോളങ്ങോട്ട് ചൊല്ലേ. അപ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖിദർ നബിയും കപ്പൽ കയറാൻ നിൽക്കുമ്പോൾ, കപ്പൽ അങ്ങനെ ലെവലായി നിൽക്കുമ്പോൾ ഒരു പക്ഷി വന്നിട്ട് ആ കടലിൽ നിന്ന് ഇച്ചിരി വെള്ളം കൊത്തിയിട്ട് ആ കപ്പലിന്റെ മൂലയിൽ വന്നിരിക്കുകയാണ്. ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, മൂസ നബി ആ പക്ഷിയെ കണ്ടോ? ആ കണ്ടു. ലാ യുസാവി ഇൽമി വ ഇൽമുക ഇൻദല്ലാഹ്, എന്റെയും നിങ്ങളുടെയും ഇൽമ്, ലോകത്തുള്ള എല്ലാ ഇൽമും അള്ളാഹുവിന്റെ ഇൽമിലേക്ക് ചേർത്തി നോക്കിയാൽ മൂസ നബിയെ ഈ പക്ഷിയുടെ ചുണ്ടിൽ, ഈ പാരാവാരമെന്ന ഈ സമുദ്രത്തിന്റെ വെള്ളത്തിൽ ഈ പക്ഷിയുടെ ചുണ്ടിൽ കിടക്കുന്ന വെള്ളത്തിന്റെ അംശം എത്രയാണോ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇൽമു പഠിക്കാൻ ഇറങ്ങിയാലും നമുക്ക് കിട്ടുന്നത്, ഈ പക്ഷിയുടെ ചുണ്ടിൽ കിടക്കുന്ന വെള്ളം എത്രയോ അത്രയേ നമുക്ക് വിവരം കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഇൽമു ഇനിയും ബാക്കിയാണ്.